ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണല്ലോ വന്ന് നിൽക്കുന്നത്. എവിടേത് ജീവിച്ചൊക്കെ ഇരിപ്പണ്ട. എന്താ നിനക്ക് മാത്രം ജീവിച്ചിരുന്നാ മതിയോ? 6 മാസമായിട്ട് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു ചോദ്യം. കേരളത്തിൽ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് ഈ ബി ജെ പി ഉയർത്തിയ മുദ്രാവാക്യം എന്താ? എത്ര ശിഥിലമായ മുദ്രാവാക്യമാണ്. നാടിനെ തകർക്കുന്ന, തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞില്ലേ? അത് ശരിയാ, അത് ശരി. എന്ത് മുദ്രാവാക്യം വിളിച്ചു? ഓർമ്മയില്ലേ ഗുജറാത്ത്, ഓർമ്മയില്ലേ ഗുജറാത്ത്. എന്താണ് ഓർമ്മിക്കുന്നത് നിങ്ങൾ? അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. വെല്ലുവിളികളാകാം, പക്ഷേ നിന്നേക്കാൾ 4-5 കൂടുതലുള്ളതാകരുത്. ഓർമ്മയില്ലേ ഗുജറാത്ത്. എവിടെയാണ് നിങ്ങൾ കൊണ്ടത് കളിക്കാൻ പോകുന്നത്? ഇത് കേരളമാണ്, മറന്നു പോകരുത് സന്ദീപ് വാര്യർ. ഒന്ന് പോടാപ്പ. ബി ജെ പിക്കാർ എന്താ കരുതുന്നത്? ഇത് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എവിടം വരെ എത്തിയെന്ന് നോക്കണം. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഓർമ്മയില്ലേ ഗുജറാത്ത് എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കണം. ഇവരുടെ സ്വാധീന വലയത്തിലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഏതായാലും ആ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പോലീസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ കേസ് അടിയന്തരമായി എടുക്കണം. കേസ് ഞങ്ങൾ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് എത്ര വിദ്വേഷജനകമായ മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അപ്പൊ ഇതാണ് RSSന്റെ ഉള്ളിലിരിപ്പാണിത്. നിങ്ങൾ എന്തിനാണ് പിന്നെ സമ്പർക്കത്തിന് ഇറങ്ങി നടക്കുന്നത്? ഒരു വശത്തുകൂടി സമ്പർക്കം, ഞങ്ങൾ ഇതാ പറയുന്നു, ജനങ്ങളോട് പറയുന്നു, ഇതൊക്കെ പറയുന്നു. മറുവശത്ത് തെരുവിലിറങ്ങി ഓർമ്മയില്ലേ ഗുജറാത്ത്. അതിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഈ നിമിഷം വരെ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവ് അതിനോട് പ്രതികരിച്ചോ? അവരെ തള്ളി പറഞ്ഞോ? അതിലെന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? ഉണ്ടാകില്ല. കാര്യം അവർ തന്നെ സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കി. ജില്ലാ നേതാക്കന്മാർ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യമാണ് കൊടുത്തിരുന്നത്. അങ്ങനെ അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റതിരിഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലുള്ള പരിശോധന എഴുതി തയ്യാറാക്കി കൊടുക്കുന്നതിനാ. എഴുതി തയ്യാറാക്കി തന്നെ കൊടുക്കുന്നത്. ഇതിൽ ഇതേ വിളിക്കാവൂ, അതുകൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇപ്പോഴ് മറ്റത് വിളിക്കാറായില്ല. പരിശീലിപ്പിച്ച് വെച്ചിരുന്നത് നേരത്തെ കയറി വിളിച്ചു, അതാ കാര്യം. അവന്റെ ഉള്ളിൽ കിടക്കുന്ന മുദ്രാവാക്യല്ലേ വേണു വിളിച്ചത്. അപ്പൊ ഇത് കൊടുത്തത് തന്നെ ഇത് ഉള്ളിൽ കിടക്കുന്നുണ്ടാ കൊടുത്തത്. ഇതേ വിളിക്കാവൂ. അപ്പോൾ മറ്റവനത് കയറി വിളിച്ചു. അപ്പോൾ ആ വിളിച്ചവനെ കുറിച്ചുള്ള നടപടി എന്താ? ഞങ്ങൾ മറ്റതാണ് കൊടുത്തിരുന്നത്, അവനെ തെറ്റിച്ച് വിളിച്ചു എന്നാണോ? അത് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്നാണ്. ഈ സന്ദീപ് വാര്യരുടെ ഉള്ളിലിരിപ്പതാണ്. ഇതിന് വട്ടുണ്ടോ? ഞാൻ തുറന്നു പറയുന്നു, ഒരു RSS BJP എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൊള്ളാമെന്നുള്ള, കാണാൻ കൊള്ളാം, ചന്തത്തിൽ സംസാരിക്കും എന്നൊന്നുമില്ല. ഉള്ളിലിരിപ്പ് തനി വർഗീയതയാണ്. ശരി, അത് RSS എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് രാജ്യത്തെ നേരത്തെ ശ്രീ വാഴക്കൻ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു. രാജ്യത്തെ വിഭജിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ശ്രീ വാര്യർ, സെക്കുലറിസം എന്നതിനെ തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ അദ്ദേഹം എനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ രണ്ടാം ഘട്ടത്തിൽ വരാം. ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒരു 5 മിനിറ്റോളം നല്ല ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ. ശ്രീ തരിഗാമിയുടെ വിഷയത്തിൽ, കാശ്മീരിലെ വിഷയത്തിൽ സീതാറാം യെച്ചൂരി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. സീതാറാം യെച്ചൂരിക്ക് കേസ് കൊടുക്കാം, ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് റഹീമിനും കേസ് കൊടുക്കാം. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്. ഇവിടെ കേരള ഗവൺമെന്റ് എങ്ങനെ കേസ് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചത്. 2, പാർലമെന്റിലെ മെജോറിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പാർലമെന്റിൽ പൂർണ്ണമായ ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇപ്പോഴും രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തുള്ള ആളുകൾ കൂടി വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ ഭേദഗതി പാസ്സാവുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ അടിച്ചമർത്തി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയുള്ളത്? അത് തമാശ. ഞങ്ങൾക്ക്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നിയമ ഭേദഗതി രാജ്യസഭയിൽ പാസ്സാകുമായിരുന്നോ? എന്തുകൊണ്ട് പാസ്സായി? അപ്പൊ പ്രതിപക്ഷം കൂടി പിന്തുണ ലഭിച്ചുകൊണ്ടല്ലേ. അതോടെ നിൽക്കട്ടെ. പിന്നെ നിതീഷിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, നിതീഷ് കുമാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? NRC രാജ്യത്ത് ആവശ്യമില്ല, അതിനൊരു ന്യായീകരണവുമില്ല എന്ന് പറഞ്ഞത് സോണിയാഗാന്ധി അല്ല, നിതീഷ് കുമാറാണ്. അല്ല, അത് പോട്ടെ, അത് ഇന്ത്യയിൽ ഇല്ലല്ലോ. NRCയുടെ കാര്യം ചർച്ചയ്ക്ക് വന്നിട്ടേ ഇല്ലല്ലോ. ഇപ്പൊ ഇവർ പറയുന്നത് CAA കുറിച്ചല്ലേ, CAB പാസ്സായതിനെ കുറിച്ചല്ലേ പറയുന്നത്. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. CAB എങ്ങനെ പാസ്സായി? അതാണല്ലോ ഇവര് പാർലമെന്റിൽ ജനാധിപത്യ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്തി എന്ന് റഹീം പറഞ്ഞത്. അത് പാസ്സായത് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടു കൂടിയല്ലേ, എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയല്ലേ.
ഞങ്ങൾ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അല്ല, അടിച്ചമർത്തി. അപ്പൊ ഞങ്ങൾ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തെ ഒന്ന് വഴങ്ങാമോ സന്ദീപ്? ഒന്ന് പ്ലീസ്, ഒറ്റ കാര്യം. അതാണ് ഇവിടെ ഞാൻ താങ്കൾ പറയണം, പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുന്നത്? ഇൻകം ടാക്സ്, പിന്നെന്താണ് പ്രലോഭനം, ഭീഷണി. നിങ്ങളൊരു ഫെയർ പൊളിറ്റിക്കൽ പ്രാക്ടീസിന് തയ്യാറാണോ? നിങ്ങൾ മായാവതിയെ നിശബ്ദനാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തരെയും നിശബ്ദരാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൺസെന്റ് വാങ്ങിയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് വാങ്ങിയത്? അത് പർച്ചേസ്ഡ് ആണ്. എങ്ങനെ? പ്രലോഭനം, ഭീഷണി, ഇതൊക്കെയല്ലേ ബന്ധം. റഹീം, എനിക്ക് പറയാലോ, റഹീം നേരത്തെ പറഞ്ഞു ഞങ്ങൾ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ല എന്ന് ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ റഹീം പറയുന്നു ആ ഭൂരിപക്ഷം ഞങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയതാണ്, ഭീഷണി കൊണ്ടുണ്ടാക്കിയതാണെന്ന്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റഹീം പ്ലീസ് ഉറച്ചു നിൽക്കൂ. നിനക്ക് എത്ര തന്തയുണ്ടടാ? ഞങ്ങൾക്ക് അങ്ങ് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിനെ ഖണ്ഡിച്ചു. അപ്പൊ അത് അംഗീകരിക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. ഇവിടെ റഹീം എനിക്കെതിരെ കുറെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്ക് വരാം. ഇവിടെ മുദ്രാവാക്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. മുദ്രാവാക്യം നോക്കൂ, രാജ്യത്ത് മതവിഘടനം ഉണ്ടാക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ അത്തരം മുദ്രാവാക്യങ്ങളെ എതിർക്കുന്നു. പക്ഷേ റഹീം ഇവിടെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. റഹീമെ അതേ ആവേശത്തോടുകൂടി 21 ഊരിയവാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടത്തിയിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ റഹീമിന്റെ ഡിവൈഎഫ്ഐക്ക് നട്ടലുണ്ടോ? ഒന്നും വേണ്ടായിരുന്നു. കഴിയോ നിങ്ങൾക്ക്? റീഇൻവെന്റിംഗ് 1921 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങൾ, അന്നത്തെ കലാപം, വള്ളുവനാട്ടിലെയും മേർനാട്ടിലെയും ഹിന്ദു വിരുദ്ധ കലാപം, അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും അന്നത്തെ വാളും കത്തിയും എടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആർക്കെതിരെ എടുക്കാൻ പോകുന്നത് വാളും കത്തിയും ഒക്കെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന, അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവർക്ക് നിങ്ങൾ പരാതി കൊടുക്കുമോ? അപ്പൊ നിങ്ങളെ ഏകപക്ഷീയമാണ് റഹീമെ. റഹീമിനൊക്കെ വ്യക്തിപരമായ അജണ്ടയുണ്ട്. റഹീം പുറമേക്ക് മതേതരത്വം പറയും, വളരെ സോഫ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയും, പക്ഷേ റഹീം സുന്ദരമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ റഹീമിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കൃത്യമായ മതവർഗീയതയാണ്, സ്വജന പക്ഷപാതമാണ്, ഒരു വിഭാഗത്തിനെ മാത്രമായുള്ള പ്രീണനമാണ്.